ഓക്കെ, ഗുഡ് ഈവനിങ് എവറി വൺ. എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയത്തിൽ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചോ എന്നറിയില്ല, പക്ഷേ ആ വിഷയം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോലും ആൾക്കാർ കുറവാണ് എന്നത് മറ്റൊരു വിഷയമാണ്. കാരണം ആൾക്കാർക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടായിരിക്കില്ല, അവരുടെ സാഹചര്യം കൊണ്ടായിരിക്കാം എത്തിച്ചേരാത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും നമ്മുടെ ഈ വീഡിയോ ഒരുപാട് ആൾക്കാർ നമ്മുടെ യൂട്യൂബിൽ കാണുന്നത്, അതിലൂടെ പലരും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിനനുസരിച്ച് കാണുന്നതൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കിത് തുടരുക തന്നെ വേണം. കാരണം എല്ലാവരുടെയും സമയത്തിനാണല്ലോ പ്രാധാന്യം. സമയം എല്ലാവർക്കും ശരിയായെന്ന് വരില്ല, ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ റിലേഷൻഷിപ്പിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിരന്തരമായി നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന കുടുംബജീവിതത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയിട്ടാണ്. ഇന്ന് നമ്മൾ അതിന്റെ അടുത്തൊരു തലം എന്ന് പറയുന്നത് സന്തുഷ്ട കുടുംബം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ്. സന്തുഷ്ട കുടുംബം എല്ലാവർക്കും ആഗ്രഹമുള്ളതാണ്, ആർക്കും അതിൽ യാതൊരു തർക്കവുമില്ല, അല്ലേ? എല്ലാവരും ആവശ്യമാണ് സംതൃപ്ത കുടുംബം എന്നത്. കുടുംബജീവിതം എന്ന് പറയുന്നത് സന്തോഷത്തിന്റെയും സമാധാനത്തോടും കൂടി കൊണ്ടുപോകാനാണ് എല്ലാവർക്കും ആഗ്രഹമുള്ളത്. അത് അച്ഛനായാലും അമ്മയായാലും മക്കളായാലും എല്ലാവരും അത് തന്നെയാണ്. പക്ഷേ പലപ്പോഴും ഇതിൽ ചില അന്തർചിത്തങ്ങൾ നടക്കുന്നു, അന്തരംഗങ്ങൾ നടക്കുന്നു എന്നതാണ് നമ്മുടെ അലട്ടുന്ന പ്രശ്നം. എന്തൊക്കെയാണ് നമ്മൾ, പ്രത്യേകിച്ചും കേരള സമൂഹം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ വിഷയങ്ങൾ എങ്ങനെ നമ്മൾ പരിഹരിക്കാൻ പറ്റും, എന്തൊക്കെയാണ് നമ്മൾ ശരിക്കും ബാധിക്കുന്ന വിഷയങ്ങൾ. അങ്ങനെ ഒരു 25ഓളം വിഷയങ്ങൾ ഞാൻ ഈ കാര്യത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 25 വിഷയങ്ങൾ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഈ ഫാമിലി മാറ്റേഴ്സുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് മിനിമലായിട്ട് എടുക്കാം. അതിൽ കൂടുതലുണ്ട് എങ്കിലും എടുക്കാം. പക്ഷെ ഇതിനെയൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കതിനെ പലതും, എപ്പോഴും നമ്മൾ പറയാറുണ്ട്, എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യല്ല നമുക്ക് ഏറ്റവും എളുപ്പം. എല്ലാ പ്രശ്നത്തെയും മനസ്സിലാക്കലാണ് ഏറ്റവും പ്രധാനമായ കാര്യം. കാരണം എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്തിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമേ ആവില്ല. പക്ഷെ എല്ലാ പ്രോബ്ലംസിന് ഇതൊരു വിഷയമാണ്, ഇതിനെ അംഗീകരിക്കണം എന്നുള്ള ഒരു സൊല്യൂഷൻ നമ്മളവിടെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കത് പിന്നെ പ്രശ്നമല്ലാതെ വരും, അല്ലെ? ഇപ്പൊ ഞാനൊരു എളുപ്പത്തിൽ ഉദാഹരണം ചോദിക്കാം. ഇപ്പോൾ ഭയങ്കര മഴയാണ് നമുക്കല്ലേ, നമ്മൾ കൃത്യമായില്ലാതെ കോരിച്ചൊരിയുന്ന മഴയാണ് നമ്മളെ സംബന്ധിച്ച്. സാധാരണ രീതിയിൽ മഴ ആദ്യം വരുമ്പോൾ നമ്മൾ എന്താ പറയുക? ഭയങ്കര മഴയാണ്, ബുദ്ധിമുട്ടാണ്, എന്തൊരു ജീവിതമാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും, അല്ലെ? അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞ് ആ മഴ ഇങ്ങനെ ശീലമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂടുതൽ മഴ വരും ആദ്യം പറഞ്ഞ വാക്കുകൾ പറയാറുണ്ടോ? നമ്മൾ സ്വാഭാവികം പറയാറില്ല, അല്ലെ? കാരണം നമുക്കത് ശീലമായി മാറും. അതുപോലെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങും. ആ മനസ്സിലാക്കലും അതിനനുസരിച്ച് ജീവിക്കലുമാണ് ജീവിതത്തിന് താളം നിലനിർത്തുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ജീവിതം എന്ന് പറയുന്നത് ഒരു നേർരേഖയിൽ പോകുന്ന സാധനമേ അല്ലല്ലോ. അതിലെപ്പോഴും വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിനനുസരിച്ച് നമുക്ക് നിൽക്കാൻ പറ്റുന്നതാണ് ജീവിതത്തിന്റെ ലയം എന്ന് പറയുന്നത്, അല്ലെ? ജീവിതം എപ്പോഴും താളലയ നിബിദ്ധമാണെന്ന് പറയും, അല്ലെ? താളത്തിലും അതിന്റെ ലയത്തിൽ നിന്ന് പോകണം ജീവിതം. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ട് ജീവിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? അങ്ങനെ സാധ്യമേ അല്ലല്ലേ. എല്ലാ വിഷയങ്ങളും തീർന്നിട്ട് പ്രശ്നങ്ങൾ തീർന്നിട്ട് ജീവിതം എന്നത് സാധ്യമല്ല. പക്ഷേ ആ എല്ലാ പ്രശ്നങ്ങളിലും ഇടയിൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഐക്യത്തോടെയും കൊണ്ടുപോവുക എന്നതാണ് പ്രധാനം. അപ്പോൾ 25ഓളം എനിക്ക് തോന്നുന്നു അടുത്ത ഒരു 5 ദിവസങ്ങൾ നമുക്ക് ഓരോ 5 വിഷയങ്ങൾ എടുത്ത് ശ്രദ്ധിക്കാം. എന്നിട്ട് അതിനെ എങ്ങനെ മാറ്റപ്പെടുത്തും, എന്താണ് ചെയ്യേണ്ടതെന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റാർട്ടിങ് നമ്മൾ എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന പോലെ എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ടൈപ്പ് ചെയ്യാനുള്ള ഒരു സമയമാണ്. നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നം എന്താണ്?
ഒന്നോ രണ്ടോ ഒന്ന് ടൈപ്പ് ചെയ്തൊന്ന് പറഞ്ഞു നോക്ക്. ഞാൻ ഈ 25 ലിസ്റ്റ് ചെയ്ത പ്രശ്നത്തിൽ പെട്ടതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എൻ്റെ ഇപ്പോൾ എല്ലാ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആൾക്കാർ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് ടൈപ്പ് ചെയ്ത് ഒന്ന് നോക്കട്ടെ ഞാൻ. എല്ലാവരും ഒന്ന്. പേടി. അല്ല, ദാമ്പത്യ ജീവിതത്തിൽ പേടി ഉണ്ടോ? ഞാൻ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി ലൈഫിനെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഫാമിലി ലൈഫിലെ കാര്യം കേട്ടോ. ഫാമിലി ലൈഫിന്റെ കാര്യമാണ് പറയുന്നത്. ഫാമിലി ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്? ഭാര്യ പറഞ്ഞ പോലെ ഭാര്യ പറഞ്ഞ പോലെ കേൾക്കുന്നില്ല, കുട്ടികൾ പറഞ്ഞ പോലെ കേൾക്കുന്നില്ല, ഭർത്താവ് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ നിൽക്കുന്നില്ല. അങ്ങനെയുള്ള വിഷയങ്ങൾ കുറേ ഉണ്ടാവും. പക്ഷെ നിങ്ങളൊക്കെ കുറേയൊക്കെ മനസ്സിലാക്കിയവരാണ്. ആ മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെയുള്ള വിഷയങ്ങളാണ്. ഓക്കെ, നമുക്ക് ഇന്ന് ഒരു അഞ്ച് പോയിന്റ്, 5 കാര്യങ്ങൾ മാത്രം എടുക്കാം. നമ്മളെ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്യുന്ന 5 കാര്യങ്ങൾ ഇന്ന് എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലടുത്ത 5 കാര്യങ്ങൾ, അങ്ങനെ 5 ദിവസത്തെ 25 കാര്യം. ഒന്ന്, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾ കേട്ടോ എന്നറിയില്ല, എളുപ്പത്തിൽ പറയാം. മക്കൾ നമ്മൾ പറഞ്ഞ പോലെ കേൾക്കുന്നില്ല. ഇത് അനുഭവിക്കാത്തവർ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? നമ്മൾ പറഞ്ഞ പോലെ അതുപോലെ രീതിയിൽ നമ്മുടെ ജീവിത രീതി അനുസരിച്ച് നമ്മളെ മക്കൾ ജീവിക്കുന്നില്ല. അല്ലെങ്കിൽ മക്കൾ എപ്പോഴും തർക്കുത്തരം പറയുന്നു. നമ്മളുടെ നമ്മൾ പറയുന്നൊന്നും അവർ കേൾക്കുന്നില്ല, അവരനുസരിക്കുന്നില്ല, അവരുടേതായ രീതിയിൽ ജീവിക്കുന്നു. ഇത് അനുഭവിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ അവിടെ? ഉള്ളവരുണ്ടും പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. എനിക്ക് ആ പ്രശ്നമേ ഇല്ല എന്ന് പറയും. വലിയ മക്കളായാലും ചെറിയ മക്കളായാലും എല്ലാം ഒരുപോലെ തന്നെയാണ് കേട്ടോ. ചിലപ്പോൾ നമ്മൾ മക്കൾ കല്യാണം കഴിച്ച് മക്കളൊക്കെ ആയി കാണും. എങ്കിലും അവരൊക്കെ ചെയ്യുന്ന വിഷയം ഇത് തന്നെയാണ്. യെസ്, അവിടെയാണ് മിഥില. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ഇന്ന് കേരള സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ, കേരള സമൂഹത്തിലല്ല ലോക സമൂഹത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇന്റർ ജനറേഷൻ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നതാണ്. ജനറേഷനുകൾ തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾക്കത് ഇല്ല എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ജീവിച്ച പോലെ ആയിരിക്കില്ല നമ്മുടെ മക്കൾ ജീവിക്കുന്നത്. നമ്മൾ ആ സമൂഹത്തിലും ആ രീതിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റാത്തത് ഒരുപാട് ഫാമിലികളുടെ വലിയൊരു വിഷയമാണ്. അതിന് പറയുന്ന പേരാണ് ഇന്റർ ജനറേഷൻ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. എന്തുവാണ്? ഡിഫറൻസ് ബിറ്റ്വീൻ 2 ജനറേഷൻ. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ജനറേഷനെ പറ്റി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മളെ മക്കൾ പലപ്പോഴും നമ്മളെ ധിക്കരിക്കുന്നത്, നമ്മൾ പറഞ്ഞത് കേൾക്കാത്തത്, നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരവരുടെ ഒരു ലോകത്ത് ജീവിക്കുക? ഏറ്റവും കൂടുതൽ ആൾക്കാർ അനുഭവിക്കുന്ന വിഷയമാണത്. കുട്ടികൾ ഇപ്പോൾ നിങ്ങൾ ടീച്ചർമാർക്ക് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒരു പരിധി കഴിഞ്ഞ് ഒരു 10-12 വയസ്സായ കഴിഞ്ഞ കുട്ടികൾ നിങ്ങൾ പറഞ്ഞ പോലെ കുട്ടികൾ ക്ലാസ്സിൽ നിൽക്കുന്നുണ്ടോ? നമുക്ക് ആഗ്രഹമില്ല അവർ നമ്മൾ പറഞ്ഞ പോലെ ചെയ്താൽ മാത്രമേ അവർ ജീവിതത്തിൽ രക്ഷപ്പെടൂ എന്നൊക്കെ നമുക്ക് അറിഞ്ഞിട്ടും അവരതൊന്നും ചെയ്യാതെ നിൽക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെയാണ് ഇന്റർ ജനറേഷൻ കോൺഫ്ലിക്റ്റ് വരുന്നത്. ഡിഫറൻസ് എന്താണ് ഇന്റർ ജനറേഷൻ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ? ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 ജനറേഷൻസ്. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ജനറേഷൻസ് എന്താണെന്ന് അറിയണം. എന്തൊക്കെ ജനറേഷൻസ് ആണ് ഈ ലോകത്തുള്ളത്, ഈ ജനറേഷൻ അങ്ങനെയാണ് ഡിഫറൻസ് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പൊ നമ്മളൊക്കെ സ്വാഭാവികമായും ഇപ്പൊ നിലവിൽ സയന്റിഫിക് ആയിട്ട് സൈക്കോളജിക്കലായി പറയുന്നത് ഒരു 6ഓളം ജനറേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. 1900 മുതൽ 2000 വരെയുള്ള ഒരു കണക്കെടുത്ത് 100 വർഷത്തെ ജനറേഷനെ എടുത്തു കഴിഞ്ഞാൽ അതിൽ പറയുന്ന ഒരു 10ഓളം ജനറേഷൻ പറയുന്നു. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് XYZ എന്നുള്ള ജനറേഷൻ നമുക്ക് ഏറ്റവും കൂടുതൽ എടുക്കേണ്ട. മറ്റേതെല്ലാം പഴയ ജനറേഷൻ കഴിഞ്ഞു പോയി. 1965 ശേഷം ജനിച്ച ആൾക്കാരെ നമുക്ക് ബേബി ബൂൺ ജനറേഷൻ അഥവാ X ജനറേഷൻ എന്ന് പറയുന്നു. അതിൽപ്പെട്ട ആൾക്കാരായിരിക്കും നമ്മൾ 1965-നും 1982-നും ഇടയിൽ ജനിച്ച ആൾക്കാരുടെ ജനറേഷൻസ്. അതിനെയാണ് X ജനറേഷൻ എന്ന് പറയുന്നത്.
ഇനി 1982 ശേഷം 2000 വരെ 2000 വരെ ജനിച്ച ആൾക്കാരെ പറയുന്നതാണ് വൈ ജനറേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം 2000-ന് ശേഷം 2013 വരെ ജനിച്ച ആൾക്കാരെ പറയുന്നതാണ് സെഡ് ജനറേഷൻ എന്ന് പറയുന്നത്. ഈ ഇവിടെയാണ് നമുക്ക് സാധാരണ ഇതിൽ വിഷയം വരുന്നത്. ഇപ്പൊ പുതിയ ജനറേഷൻ 2013-ന് ശേഷം ജനിച്ച ആൾക്കാരെ പറയുന്ന പേരാണ് ആൽഫ ജനറേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ആൽഫ ജനറേഷൻ നമ്മളെ സംബന്ധിച്ച് വലിയ വിഷയമായിട്ടില്ല, കാരണം ഇത് 10 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. 10 വയസ്സിന് താഴെ ആയതുകൊണ്ട് അവർ കുട്ടിക്കളിയും കാര്യങ്ങളായിട്ട് നമ്മൾ ഇത്രയും അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഈ നമ്മളാകുന്ന ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർ ഈ എക്സ് വൈ ജനറേഷനിലുള്ളവരും ഈ സെഡ് ജനറേഷനുള്ളതും തമ്മിലുള്ള ഗ്യാപ്പാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം കിടക്കുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിത രീതികൾ തമ്മിലുള്ള വലിയ അന്തരം, അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ആ വലിയ അന്തരമാണ് നമ്മൾ ഈ പറഞ്ഞ കോൺഫ്ലിക്റ്റുകളിൽ എല്ലാം എത്തിക്കുന്നത്. ഈ കോൺഫ്ലിക്റ്റിൽ നമ്മൾ എത്തിക്കുന്നതിന് പ്രധാന കാരണം. അപ്പോൾ അതിന് എന്താണ് പോംവഴി? പോംവഴികളെ പറ്റി നമുക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് ഈ സെഡ് ജനറേഷനെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്, ഇനി വരാനിരിക്കുന്ന ആൽഫ ജനറേഷനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായ ഒരു പാരന്റൽ സിസ്റ്റത്തിലൂടെ നമ്മൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റുകൾ ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങളില്ല എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും മക്കൾക്ക് വേണ്ടി നിങ്ങൾ അഡ്ജസ്റ്റഡ് ആയി കഴിഞ്ഞിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും അത് ഫീൽ ചെയ്യാത്തത്. കാരണം ഒരു 25 വയസ്സിന് മുകളിലെ മക്കളായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരിലൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യാനില്ല നമുക്ക്. അപ്പോൾ നമ്മൾ ആ കുട്ടികളെ ഒബ്വിയസ്ലി ആയിട്ടും അവർ മെച്ചോർഡ് ആൾക്കാരായി മാറുകയും നമ്മൾ പിന്നെ അതിനോട് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഏറ്റവും കൂടുതൽ വിഷയം വരുന്നത് എപ്പോഴാണ്? ഒരു 20 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വീട്ടിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. കാരണം അവരെങ്ങനെ പോകുന്നു എന്നറിയില്ല. അതിനുശേഷമുള്ള 25 വയസ്സിന് ശേഷമുള്ള ആൾക്കാർ, അച്ഛനും അമ്മമാർക്ക് അത്രയും ഫിയർ ഇല്ല. അവർക്കത് എന്നെ നോക്കുമോ, എന്നെ മക്കൾ ശ്രദ്ധിക്കുന്നു എന്നുള്ള ഒരു ഇൻസെക്യൂരിറ്റീസ് മാത്രമേ ഉള്ളൂ. അവരെ പറ്റിയുള്ള ഫിയർ നമുക്ക് മാറിക്കഴിഞ്ഞു. പക്ഷെ 10 വയസ്സിനും 20 വയസ്സിനും ഇടയിലുള്ള കുട്ടികളുള്ള പാരൻസിന് ഞാൻ ഈ നേരത്തെ പറഞ്ഞ കൺസേൺസ് വളരെ 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 ഉള്ളതാണ്. അത് എൻ്റെതായാലും എൻ്റെ വീട്ടിലായാലും നിങ്ങളുടെ വീട്ടിലായാലും എല്ലാവരുടെയും. അതിനുശേഷമുള്ളത് അത്രയും പ്രോബ്ലം അല്ല, കാരണം നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അവർ മെച്ചൂർഡ് ആണെന്നുള്ളത്. ഇതാണ് നിങ്ങൾ പല ആൾക്കാരും ഇല്ല എന്ന് പറയാനുള്ള കാരണം. ഇനി രണ്ടാമത്തെ വിഷയം, കുടുംബജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ വിഷയമാണ് ഫൈനാൻഷ്യൽ സ്ട്രെസ് എന്ന് പറയുന്നത്. സാമ്പത്തികമായ സ്ട്രെസ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മൾ ഉദ്ദേശിച്ച പോലെ പൈസ നമ്മളുടെ കയ്യിൽ വരുന്നില്ല, നമ്മൾ ഉദ്ദേശിച്ച പോലെ കാശ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, എക്കണോമിക്കലായിട്ടുള്ള ചലഞ്ചസ് നമുക്കുണ്ടാകുന്നു, ഫൈനാൻഷ്യൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ടാകുന്നു. ഇത് രണ്ട് ആൾക്കാരെയും തമ്മിൽ വളരെയധികം അകറ്റി നിർത്തുന്നു എന്നുള്ളത് അല്ലേ? ഇത് നമ്മൾ അനുഭവിക്കുന്ന വിഷയമാണല്ലോ. ഫൈനാൻഷ്യൽ ആയിട്ടുള്ള വിഷയങ്ങൾ ആരും അനുഭവിക്കാത്തവരില്ലെന്ന് തോന്നുന്നില്ല. കൃത്യമായി തന്നെ പൈസ കിട്ടിക്കഴിഞ്ഞാലും ഭാര്യയുടെ ഇഷ്ടത്തിനനുസരിച്ച് കാശ് കൊടുക്കാൻ ഭർത്താവിന് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കുട്ടികൾ ആവശ്യത്തിനനുസരിച്ച് കാശ് കൊടുക്കാൻ നമുക്ക് ഒരിക്കലും കൃത്യമായി സാധ്യമാവില്ല. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു എന്നുള്ളത് കണക്കുകൾ തന്നെയാണ് പറഞ്ഞത്. ഞാൻ ഈ പറയുന്നതൊക്കെ ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് ആണ്. അത് ഈ ഒരു സാധനം ഇതിനെ എങ്ങനെ നമ്മൾ ഫേസ് ചെയ്യും, എങ്ങനെയാണ് നമ്മൾ ഇതിനെ അഡ്രസ് ചെയ്യുക എന്നുള്ളത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നതാണ്. ജീവിതവും വർക്കും തമ്മിലുള്ള ബാലൻസ് ചെയ്യാൻ നമുക്ക് സാധിക്കാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഓഫീസിലെ സ്ട്രെസ്സുകളുമായി വീട്ടിൽ വരുന്നു. അതാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം. വർക്ക് ലൈഫ് ബാലൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഓഫീസിലെ പ്രഷർ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു ഇല്ലേ? ഇതിൽ എത്ര പേര് ഇത് അംഗീകരിക്കുന്നുണ്ട്? ഓഫീസിലെ പ്രഷർ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാറുണ്ട് എന്ന് പറയുന്നവർ എത്ര പേരുണ്ട് ഇവിടെ? ഒന്ന് പറഞ്ഞു നോക്കേ. ഓഫീസിൽ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ സ്വാഭാവികമായി കൊണ്ടുപോകുന്നുണ്ടാവും അല്ലേ? യാതൊരു തർക്കമില്ല. അത്രയും ക്ലാരിറ്റി കൊണ്ടുവരാതിരിക്കാൻ പറ്റുമോ? എല്ലാവരും കൊണ്ടുപോകും, സ്വാഭാവികമായി കൊണ്ടുപോകുന്ന തന്നെ. അത് കേരളത്തിലൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്, കേരളത്തിൽ ജോലി ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഫാമിലീസ് പുറത്ത് പോയി ജോലി ചെയ്യുന്നവരാണ് അല്ലേ? ഇപ്പോൾ ഫാമിലി നാട്ടിലുണ്ടെങ്കിലും ചിലപ്പോൾ ഗൾഫിലാവാം, അല്ലെങ്കിൽ ബാംഗ്ലൂർ ആവാം, അല്ലെങ്കിൽ ഡൽഹിയിലാവാം. ഇവരൊക്കെ ആവുമ്പോൾ
കണ്ടത് അറിയുന്നില്ല, കാരണം നേരിട്ട് സംവദിക്കാത്തത് കൊണ്ട്. മറ്റെല്ലാ ഈ സർവേ ഇതേപ്പറ്റി നമ്മൾ ബോംബെ ബാംഗ്ലൂർ ലൈഫിലൊക്കെ എടുത്ത 90% ആൾക്കാരും അഡ്മിറ്റ് ചെയ്യുന്നവരാണ്. അവർക്ക് കൃത്യമായി ഫാമിലി ലൈഫ് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല മെട്രോപൊളിറ്റൻ സിറ്റിയിൽ ജോലി ചെയ്യുന്നവർ. കാരണം അവിടുത്തെ പ്രഷർ അത്ര കണ്ട് കോർപ്പറേറ്റ് കമ്പനികളെക്കാളും വളരെയധികം ഇതായിട്ടുള്ളതാണ്. അപ്പോൾ വർക്ക് ലൈഫ് ബാലൻസിങ് എങ്ങനെയാണ് നമുക്ക് പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും നമ്മൾ മിക്സ് ചെയ്യാതെ കൊണ്ടുപോകാൻ സാധിക്കുക? ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ട വലിയൊരു പ്രോസസ്സാണ്. നമുക്കത് ഞാൻ ഈ ഒരു ജേർണിയിൽ വന്നപ്പോഴും ഞാൻ ഇതുപോലെ ആയിരുന്നു മുമ്പേ. എനിക്ക് ഇതുപോലൊരു വിഷയങ്ങളിലൊക്കെ ആയിരുന്നു ഞാനും പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഒരു സുപ്രഭാതത്തിൽ തീരുമാനം എടുത്തു. എൻ്റെ ഓഫീസിലെ പ്രഷർ എന്ന് പറയുന്നത് എൻ്റെ ഷൂവിനെയോട് ഞാൻ കണക്ട് ചെയ്ത്, എൻ്റെ ഷൂ ആണ് എൻ്റെ ഓഫീസിലെ പ്രഷർ. ആ ഷൂ ഞാൻ എപ്പോഴാണോ വിയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഓഫീസിലെ പ്രഷറിലേക്ക് എത്തും. അല്ലാത്ത സമയത്ത് ഞാൻ എടുത്തില്ലെന്ന് തീരുമാനം എടുക്കുകയും വീട്ടിലെത്തുമ്പോൾ സ്വാഭാവികമായി വീട്ടിൻ്റെ പുറത്ത് നമ്മൾ ഷൂ ഊരി വെക്കും അല്ലേ? ആ ഷൂ ഊരി വെക്കലോടുകൂടി എൻ്റെ മനസ്സിൽ നിന്ന് ഞാനത് ഒഴിവാക്കി എന്നുള്ള നിരന്തരമായ ഒരു പ്രക്രിയ ഞാൻ ചെയ്തതിന് ശേഷം എനിക്ക് വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റി എൻ്റെ ജീവിതത്തിൽ, പ്രൊഫഷണൽ ലൈഫിൽ. വീട്ടിൽ നമുക്ക് ഒരിക്കലും പ്രഷർ ഇല്ലാതെ ഓഫീസ് ലൈഫ് പോകണമെന്ന് വെച്ചാൽ സാധ്യമേ ആകില്ല. കാരണം നമ്മൾ മറ്റ് ആർക്കോ വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് എല്ലായിടത്തും അല്ലേ? അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രഷറുകൾ നമ്മൾ ഏറ്റെടുത്തേ പറ്റുള്ളൂ. അതിനകത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിന് പ്രാക്ടീസിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കണം. എങ്ങനെ സാധ്യമാകും? ഒന്നാമത്തെ ഞാൻ പറഞ്ഞ പോയിന്റ്, ഇന്റർ ജനറേഷൻ ഗ്യാപ്പിനെ എങ്ങനെ നമ്മൾക്ക് ആക്സെപ്റ്റൻസ് ചെയ്തു മുമ്പിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും, സ്വാഭാവികമാണ്. ഫൈനാൻഷ്യൽ ഇഷ്യൂ ഇല്ലെങ്കിൽ പിന്നെന്താണ് അർത്ഥമുള്ള ജീവിതത്തിൽ ഉണ്ടാവും. അതിനെ എങ്ങനെയാണ് നമുക്ക് ബാലൻസ് ചെയ്ത് സ്ട്രെസ്ഫുൾ അല്ലാതെ കൊണ്ടുപോകാൻ സാധിക്കുക? വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓഫീസിലെ വർക്ക് ഓഫീസിൽ, വീട്ടിലെ വർക്ക് വീട്ടിൽ. അത് രണ്ടും തമ്മിൽ വീട്ടിൽ വർക്ക് ചെയ്യേണ്ടി വന്നാലും അതിൻ്റെ പ്രഷർ മറ്റൊരു വീട്ടിലെ ലൈഫിനെ ബാധിക്കാത്ത രീതിയിൽ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? ഇനി നാലാമത്തെ കാര്യം, പലവട്ടം പറഞ്ഞതാണ് ഇതിനകത്ത്, പലവട്ടം നമ്മൾ സംസാരിച്ചതാണ്, ഇപ്പോഴും പലർക്കും സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. എല്ലാ കുടുംബത്തിലും ഏറ്റവും കൂടുതലായിട്ട് സംഭവിക്കുന്ന ഒരു വിഷയമാണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് അല്ലേ? കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട പോലെ പറയാത്തതാണ്. ഇതെല്ലാ കുടുംബത്തിലും ഉണ്ട്. എങ്ങനെയാണ്? കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, ചിലപ്പോൾ വളരെ പൂവറായിരിക്കും, 2 വാക്കിൽ ഒതുങ്ങുന്നു, 3 വാക്കിൽ ഒതുങ്ങുന്നു. കെയർ ചെയ്യേണ്ട കമ്മ്യൂണിക്കേഷൻ വാക്കുകൾ കെയർ ചെയ്യുന്നില്ല. സ്നേഹം കൊടുക്കേണ്ട വാക്കുകൾ സ്നേഹനിർമ്മലമായി പറയുന്നില്ല. പാർട്ട്ണറോട് പറയേണ്ട ചില സ്നേഹനിർമ്മലമായ വാക്കുകളും മക്കളോട് പറയേണ്ട ചില സ്നേഹനിർമ്മലമായ വാക്കുകളും ചിലപ്പോൾ അവസാനിക്കുന്നത് കാർക്കശത്തിലായി പോകുന്നു. അതിൻ്റെ മീനിങ് മാറിപ്പോകുന്നു. എത്ര പേര് ഫാമിലി ലൈഫിൽ സ്വന്തം ഭാര്യയോട് അല്ലെങ്കിൽ മക്കളോട് ഐ ലവ് യു എന്ന് പറയുന്നു? എന്ന് വെച്ചാൽ ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം എന്നല്ല പറഞ്ഞത്. നമുക്കെല്ലാവർക്കും നമ്മളെ ഫാമിലിയെ ഇഷ്ടമാണ്, അവർ നമ്മൾ സ്നേഹിക്കുന്നുമുണ്ട് അല്ലേ? എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്, ആരും അതിനകത്ത് വ്യത്യസ്തമല്ല, എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. മക്കൾ അച്ഛനും അമ്മയെ സ്നേഹിക്കുന്നുണ്ട്, ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നുണ്ട്, എല്ലാം കൃത്യമായി നടക്കുന്നുണ്ട്. പക്ഷെ എത്ര പ്രാവശ്യം ഇത് പ്രകടിപ്പിച്ചു എന്നൊന്ന് കണക്ക് നോക്കുക. അച്ഛനും അമ്മയും മക്കളോട് പ്രകടിപ്പിക്കുന്ന എങ്ങനെയാണ് സ്നേഹമെന്ന് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരാവശ്യപ്പെടുന്നതെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ അവരോട് സ്നേഹമുണ്ടെന്ന് പ്രകടിപ്പിക്കുന്നത്. ഇത് ശരിയാണോ? അങ്ങനെയാണോ സ്നേഹത്തിന് കൊടുക്കുക? അതാണോ സ്നേഹം? അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അവർ മനസ്സിലാക്കുന്നത് എന്താണ്? സ്നേഹമാണോ അവർ മനസ്സിലാക്കുക? പകരം അവർ ഫുൾ റൈറ്റ് എന്നാണോ അവർ മനസ്സിലാക്കുന്നത്? രണ്ടും തമ്മിലുള്ള അന്തരം ഒന്ന് മനസ്സിലാക്കണേ. നമ്മൾക്കൊരാളോട് സ്നേഹമുണ്ടെങ്കിൽ അവർ പറഞ്ഞതെല്ലാം ചെയ്തു കൊടുക്കുന്നതാണോ സ്നേഹം? ഇല്ല. സ്നേഹം ഈസ് എൻ ഇമോഷനാണ്. അത് ഇമോഷണലായി തന്നെ പ്രകടിപ്പിക്കണം. നമ്മൾ ഒരാൾക്കൊരു സാധനം കൊടുക്കുക എന്ന് വെച്ചാൽ അത് ഇമോഷനാണോ? അത് പെരിഫറലാണ്. അതൊരു ഗീവ് ആൻഡ് ടേക്ക് ആണ്, അല്ലെങ്കിൽ അതൊരു മെറ്റീരിയലിസ്റ്റിക് ആണ്. സ്നേഹം ഒരിക്കലും മെറ്റീരിയലിസ്റ്റിക് അല്ല.
നമ്മുടെ മക്കളിൽ നമ്മൾ വരുത്തുന്ന ഏറ്റവും വലിയ അബദ്ധമാണത്. അവർ കൊടുക്കണ്ടെന്നല്ല പറഞ്ഞത്, പക്ഷെ അത് സ്നേഹത്തിന്റെ ഭാഷയിൽ സ്നേഹമായിട്ട് കണക്കൂട്ടരുത്. എൻ്റെ മകനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് അവൻ എന്ത് ചോദിച്ചാലും ഞാൻ വാങ്ങിച്ചു കൊടുക്കും എന്ന് പറയുന്ന ഒരച്ഛൻ. അവൻ പുലിയെ പിടിച്ചുകൊണ്ടിരാൻ പുലിയെ വേണമെന്ന് പറഞ്ഞാൽ പുലിയെ കൊടുക്കുന്ന അച്ഛൻ. അത് സ്നേഹമല്ല, അവന് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സ്നേഹത്തിലൂടെ എന്താ ചെയ്യേണ്ടത്? അവനെ കൃത്യമായി വളരെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുകയാണ് സ്നേഹത്തിന്റെ ഉദ്ദേശം, അല്ലേ? അതിനാണ് നമ്മൾ അവനെ സ്നേഹിക്കുന്നത്. അപ്പോൾ ആ കാര്യം മനസ്സിലാക്കാതെ നമ്മൾ പലപ്പോഴും മുമ്പിലോട്ട് പോകുന്നു. കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഇപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമാണ്, അല്ലേ? ഭാര്യ വളരെ ഇഷ്ടത്തോടു കൂടി നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ടേ എന്ന് ചാടി ഓടി സന്തോഷത്തോടെ കിച്ചണിൽ നിന്ന് വരുമ്പോഴേക്കും ഭർത്താവ് ഈ വെറ്റില പാക്ക് തേക്കുകയാണ്, അല്ലേ? ഭാര്യ കുറച്ചു നേരം കാത്തു നിന്നു. കുറച്ചു നേരം കാത്തു നിന്ന് ഇവർ മുഖത്തേക്ക് നോക്കി, ഈ മുഖം ഈ മൊബൈലിൽ നിന്ന് എടുത്ത് മാറ്റുന്നില്ല, ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുന്നില്ല. എന്നിട്ട് ഭാര്യ പറഞ്ഞു, ചേട്ടാ ഒരു കാര്യം പറയാനുണ്ട്. ആ, നീ പറഞ്ഞോ. ഈ മൊബൈലിൽ നോക്കിയിട്ടാണ് നീ പറഞ്ഞോ എന്ന് പറയണേ. ഏതെങ്കിലും ഒരാൾക്ക് പറയാൻ തോന്നുമോ? അത് പറഞ്ഞാൽ തന്നെ ആ യഥാർത്ഥ ഫീലിങ്ങോടുകൂടി പറയുമോ? പറയില്ല. ഇനി രണ്ടാമത് വീണ്ടും പറഞ്ഞു, ചേട്ടാ നിങ്ങളൊന്ന് കേൾക്കെന്ന് പറയുമ്പോൾ, ഞാൻ കേൾക്കല്ലേ, കേൾക്കാൻ എന്താ, നിന്റെ തല നിന്റെ അടുത്ത് കൊണ്ടുതരണോ, ഞാൻ ഇവിടെ ഇരുന്ന് കേൾക്കുന്നു, നീ പറഞ്ഞോ അവിടുന്ന്, എനിക്ക് കേൾക്കാൻ ചെവി ഉണ്ടല്ലോ എനിക്കെന്ന് പറയും. അതോടുകൂടി ആ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് കഴിഞ്ഞു. പിന്നെ ആ ഒരു ഇന്റൻസിറ്റിയിൽ അത് പറയാൻ ആർക്കും പറ്റില്ല. ഭാര്യ ആഗ്രഹിച്ച രീതിയിൽ പറയാൻ പറ്റില്ല. അത് പറഞ്ഞാൽ തന്നെ ഭർത്താവായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ആ കൃത്യമായ കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കില്ല. ഫലമോ ഉദ്ദേശിച്ച നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സംഭവിക്കുക. പൂർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇതെല്ലാവരുടെ ജീവിതത്തിലും സംഭവിക്കുന്നുണ്ട്, അല്ലേ? മിക്കവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഞാൻ നമ്മുടെ ക്ലാസ്സിൽ ഹാപ്പിനെസ് റിലേഷൻഷിപ്പ് മാസ്റ്ററി ഇതിൽ വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന കാര്യമാണ് എങ്ങനെയാണ് യഥാർത്ഥ കമ്മ്യൂണിക്കേഷൻ നടക്കുക, അത് ഏത് രീതിയിൽ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം, ഏത് സന്ദർഭത്തിൽ നമ്മൾ അവരോട് പറയണം. അവർ കൃത്യമായി പെണ്ണുങ്ങൾ പറയുന്നത് കേൾക്കണമെങ്കിൽ ഏത് പോയിന്റിൽ നിന്ന് പറഞ്ഞാൽ ഇത് സാധ്യമാകും, അതിനെങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ വളരെ കൃത്യമായി അതിനകത്ത് പഠിപ്പിക്കുകയും ഇതേ ആവശ്യത്തിന് വേണ്ടി ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു തെറാപ്പിയും കൂടി പഠിക്കുന്നുണ്ട്. ആ തെറാപ്പി നമ്മളോട് ഉപയോഗിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും, ഞാനത് ടെസ്റ്റ് ചെയ്ത് വിജയിച്ചാണ്. ഇപ്പോൾ ഈ ക്ലാസ്സിൽ അവരില്ല. ഞാൻ ഒരാൾക്ക് ഒരു ഉദാഹരണം പറയാം. ഞാനൊരു വളരെ അന്തരത്തിലായിരുന്നു ആ രണ്ട് ഭാര്യ ഭർത്താക്കന്മാർ, വളരെ അന്തരത്തിലായിരുന്നു. രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിൽ നടന്നുകൊണ്ട ആൾക്കാരായിരുന്നു. പക്ഷെ രണ്ടുപേരും യോജിക്കാൻ ആഗ്രഹമുണ്ട്. അച്ഛനോട് ആരടാത് മ്യൂട്ട് ചെയ്യണേ. ഞാനിത് വളരെ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് ഞാൻ അവരിൽ ഉപയോഗിച്ച് വളരെ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഒരാഴ്ച കൊണ്ട് റിസൾട്ട് കിട്ടിയതാണ്. അവർ രണ്ടുപേരും സംസാരിക്കുന്നതിന് കുറവായിരുന്നു. രണ്ട് റൂമിലായിരുന്നു കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. രണ്ട് മക്കളുണ്ട്, പക്ഷെ ആ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ജീവിതം. രണ്ട് മുറിയിൽ കിടന്നുറങ്ങിയായിരുന്നു. ഞാൻ ഒരു ടെക്നിക്ക് അവരോട് ചെയ്തു കൊടുക്കാൻ പറഞ്ഞു, വളരെ സിമ്പിളായിട്ടുള്ള ടെക്നിക്ക്. അവർ ഒരാഴ്ച 2 ദിവസം ചെയ്തേ ഉള്ളൂ. 3-ാം ദിവസം മുതൽ എല്ലാം മാറി. അവിടെ ഒരാഴ്ച കണ്ടിന്യൂ ചെയ്തപ്പോൾ കംപ്ലീറ്റ് രണ്ട് റൂമും ഒറ്റ റൂമായി മാറി. ബാക്കി കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായി പോയി. വളരെ വ്യക്തമായിട്ടും റിലേഷൻഷിപ്പിൽ ഇത്തരം ടെക്നിക്കുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് കമ്മ്യൂണിക്കേഷന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്സ്, കമ്മ്യൂണിക്കേഷൻ നമുക്ക് ചെയ്യേണ്ട സന്ദർഭങ്ങൾ നോക്കണം. ഭാര്യയോട് ഭർത്താവിന് പറയാനുള്ള കാര്യങ്ങളും ഭർത്താവിൽ നിന്ന് ചില കാര്യങ്ങൾ നേടാൻ ഭാര്യ ഉപയോഗിക്കേണ്ട സമയവും സന്ദർഭവും ഒക്കെ മനസ്സിലാക്കിയിരിക്കണം. അവിടെ നമ്മൾ ഈഗോസിനെ ഒഴിവാക്കിക്കൊണ്ട് രണ്ടുപേരും ഒന്നാണ് എന്ന് മനസ്സിലാക്കി ആ സന്ദർഭത്തിലേക്ക് ഇണങ്ങാൻ രണ്ടുപേരും തയ്യാറാവണം. എങ്കിൽ മാത്രമേ കൃത്യമായ നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. ആ ആവശ്യം നമുക്ക് ശരിയായ രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ടൂളിനെ നമ്മൾ അറിയണം. കമ്മ്യൂണിക്കേഷൻ എന്താണ്? വായി തോന്നുന്നതെല്ലാം പറയുന്നതല്ല കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതൊരിക്കലും കമ്മ്യൂണിക്കേഷനേ അല്ല.
എനിക്ക് തോന്നുന്നതെല്ലാം എൻ്റെ പാർട്ട്ണറോട് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷനേ അല്ല. ആവശ്യമുള്ള സാധനം ആവശ്യാനുസരണം ആവശ്യമുള്ള സമയത്ത് പറയുന്നതാണ് കമ്മ്യൂണിക്കേഷൻ. ഇത് രണ്ടുപേരും മനസ്സിലാക്കണം. ചില ആൾക്കാരുണ്ട്, ചെറിയൊരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം പോക്കാം. കംപ്ലീറ്റ് അതുവരെ ജീവിതത്തിൽ ചെയ്ത സകല കാര്യങ്ങളും അവിടെ വിളമ്പിക്കഴിയും. ചിലപ്പോ ദേഷ്യം വന്നിട്ടുണ്ടാവോ കഞ്ഞിയിൽ ഉപ്പിടാത്തതായിരിക്കാം, ഇത്രയേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കറിയിൽ ഉപ്പില്ലാത്തതായിരിക്കാം. പിന്നെ അങ്ങ് തുടങ്ങുകയാണ്. വല്ല ആവശ്യമുണ്ടോ? അപ്പോൾ അത് വളരെ അണ്ടർസ്റ്റാൻഡിങ് ചെയ്തു പോകുന്ന ആ ടൂൾസുകളൊക്കെ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രായോഗികമാക്കാൻ പറ്റുന്നതാണ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അനുഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്കിത് മനസ്സിലാവില്ല, കാരണം നിങ്ങൾ അത് ആ ഒരു വിഷയം നിങ്ങൾ അനുഭവിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ സമയത്ത് 9:30 മണിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ മറ്റൊരു ജനതയുണ്ട്, ഈ സമയത്ത് അവർ മറ്റൊരു മൂഡിലാണ്, ഇത്തരം കാര്യങ്ങൾ ഒന്നും കാണാതെ. സബ്സ്റ്റാൻസ് അബ്യൂസ് എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിസം അല്ലെങ്കിൽ ഡ്രഗ്സ് അഡിഷൻ, ഇത് വളരെ ഭീകരമായി നമ്മുടെ സമൂഹത്തെ കാർന്നു തീർന്ന വിഷയമാണ്. നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ ആകുന്ന നമ്മൾ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, എൻ്റെ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളായാലും യൂട്യൂബിൽ നാളെ കേൾക്കുന്നവരായാലും അതിൽ കൂടുതൽ ഇണങ്ങിച്ചേർന്നവരല്ല. അവർ ഈ വീഡിയോസും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒന്നും വരില്ല. അവർ മറ്റൊരു ലോകത്താണ് ജീവിക്കുന്നത്. ആൽക്കഹോളിസത്തിന് അത്രയും ഇൻഫ്ലുവൻസ് ഉണ്ട് ലൈഫിൽ, നമ്മുടെ ഫാമിലി ലൈഫിൽ അല്ലെ. എത്രയും ഒരുപാട് നമ്മുടെ ഒരു മിക്ക ലൈഫിനെയും താറുമാറാക്കുന്ന ഒരു അവസ്ഥയാണത്. ഇപ്പോൾ അതിനപ്പുറത്തേക്ക് അതിനെയും കടത്തി വെട്ടിക്കൊണ്ട് യങ് ജനറേഷൻ പെട്ടുകിടക്കുന്നതാണ് ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത്. ഭീകരമാണ് കേരളത്തിലെ ഡ്രഗ്സ് അഡിക്ഷന്റെ കണക്കുകൾക്ക് എടുത്തു കഴിഞ്ഞാൽ അതിഭീകരമാണ്. ഒന്ന്, സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഡ്രഗ്സ് അഡിക്ഷൻ ഒരു സൈഡിലുണ്ട്. അത് നമ്മുടെ ഡോപ്പമിൻ ട്രിഗർ ചെയ്ത് നമ്മളെ വലിയ ലഹരിയിലേക്ക് എത്തിക്കുന്ന സാധനമാണ്. രണ്ടാമത് ഒറിജിനൽ ഡ്രഗ്സ്. ഇപ്പോൾ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളടക്കം ഡ്രഗ്സിലേക്ക് കൈവച്ചിരിക്കുന്നു. വലിയ എന്താ പറയുക, യങ് ജനറേഷൻ, എൽഡർ ജനറേഷൻ ആണെങ്കിൽ ആൽക്കഹോളിസത്തിലേക്കും കടന്നിരിക്കുന്നു. പിന്നെ എങ്ങനെയായിരിക്കും ആ വീട്ടിൽ ബാലൻസിങ് ഉണ്ടാവുന്നത്? എന്തായിരിക്കും ആ വീട്ടിലെ വീട്ടമ്മയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ദാമ്പത്യത്തിലെ ഏറ്റവും വലിയ പരാജയമാണത്. ഈ 5 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. ഈ 5 കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെ ഇതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും, നമുക്ക് എന്താണ് ഇതിൽ ചെയ്യേണ്ടത്, ചെയ്യാൻ സാധിക്കുക, ഇതെല്ലാം മാറ്റിയെടുക്കാൻ പറ്റുന്ന ആർക്കാണ്? ഇത്തരം വിഷയങ്ങൾ അനുഭവിക്കുന്ന ഫാമിലീസിൽ ഇത് മാറ്റിയെടുക്കാൻ പുറത്തുനിന്ന് ഒരാൾക്കും സാധ്യമാവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം. ഇതെല്ലാം അവരവർക്കേ പറ്റുള്ളൂ. ആൽക്കഹോളിസം ഉള്ള ഫാമിലിക്കകത്ത് ആൽക്കഹോളിസത്തിന്റെ റീസൺസും അതിന്റെ കോർ സംഭവങ്ങളും അതിന്റെ കോർ റീസൺസും ഫൈൻഡ് ചെയ്യാൻ ആ ഫാമിലി തയ്യാറാവണം. ഒരാൾ തയ്യാറായിട്ട് കാര്യമില്ല. ആ കുടുംബത്തിൽ ഒരാൾ കള്ളുകുടിയനാണെങ്കിൽ, ഭർത്താവ് കള്ളുകുടിയനാണെങ്കിൽ, എന്തുകൊണ്ടാണ് ഭർത്താവ് കള്ളുകുടിയനായി സംഭവിച്ചു, അതൊരു ഹാബിറ്റായി മാറിയിരിക്കുന്നു അയാൾക്ക്, അത് എന്തുകൊണ്ടാണ് അയാൾ അത് ചെയ്യുന്നത് എന്ന് വിശാലമായി മനസ്സിലാക്കാൻ ആ കുടുംബം തയ്യാറാവണം. എന്നിട്ട് അതിനുള്ള പ്രതിവിധികൾ പതുക്കെ പതുക്കെ നമ്മൾ തുടങ്ങിക്കഴിയുമ്പോൾ സ്വാഭാവികമായി അയാളിൽ മാറ്റമുണ്ടാകും. ചിലപ്പോൾ അയാൾക്ക് സൈക്കോളജിക്കൽ ഇഷ്യൂ ആവാം, സാധ്യതയുണ്ട്. അതിന് സൈക്കോളജിക്കൽ അപ്രോച്ചുകൾ നടത്തുക തന്നെ വേണം. ഡ്രഗ്സ് അഡിഷൻ എന്തുകൊണ്ടാണ് എൻ്റെ മകൻ, എൻ്റെ മകൾ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഡ്രഗ്സ് അഡിഷൻ ആയത്? ദർ ഇസ് എ റീസൺ, ദർ ഇസ് എ കോർ റീസൺ ഫോർ ദാറ്റ്. ഒരിക്കൽ ചിലപ്പോൾ അയാൾക്ക് ഒരു എന്റർടൈൻമെന്റ് ആവാം, ചിലപ്പോൾ അയാൾക്ക് മറ്റു മാനസിക വിഷയങ്ങളാവാം. ആ എന്റർടൈൻമെന്റ് ആണെങ്കിൽ അതിന് ഷിഫ്റ്റ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. മാനസിക വിഷയങ്ങളാണെങ്കിൽ അതിന് മരുന്ന് നമുക്ക് ആവശ്യമാണ്. സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളെ മാറ്റിയെടുക്കുക, ഇപ്പോൾ നമ്മൾ കാണുന്ന അപ്രോച്ചിൽ നിന്ന് മാറ്റുക. ഇതൊക്കെ ജേണി ടു ഹാപ്പിനെസ് എന്ന് പറയുന്നതിൽ നമ്മുടെ മനസ്സിനെ മാറ്റപ്പെടുത്തുന്നതിലൂടെ നമുക്കത് സാധ്യമാക്കാവുന്നതാണ്. കാരണം പല കാര്യങ്ങളും നമ്മളുടെ അറിവില്ലായ്മയാണ് നമ്മുടെ വിഷയം. അതുകൊണ്ടാണ് പലരും ഇങ്ങനെ ആവുന്നത്. കൃത്യമായ അറിവില്ലായ്മയാണ്. ഇപ്പൊ മദ്യപാനം എന്ന് പറയുന്നത്
ഒരിക്കലും ഒരു ആപത്തല്ല. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ചില നല്ല ഫാമിലീസ് ഒന്നോ രണ്ടോ ഒരു പെഗോ രണ്ട് പെഗോ ഒക്കെ കഴിച്ച് ചിലപ്പോൾ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്നുണ്ടാവാം. അതൊരു ആപത്തല്ല. അങ്ങനെ ഉള്ളവർക്ക് ഉണ്ടെന്ന മദ്യപാനം എപ്പോഴും ആരോഗ്യത്തിന് അത്ര സുഖമുള്ള കാര്യമല്ല. അതല്ല ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ അതൊരു സാമൂഹിക വിപത്തായി മാറുന്നില്ല. മറ്റ് മദ്യപാനം സാമൂഹിക വിപത്തായി മാറുന്നത് മാത്രമാണ് ഏറ്റവും വലിയ വിഷയം. എന്ന് വെച്ചാൽ സമൂഹത്തിന്റെ വിഷയം. നമ്മുടെ വിഷയം വീട്ടിൽ ഇപ്പോൾ ഒരാൾ ഒരു ഒച്ചയില്ലാതെ ഒരാൾ വൈകിട്ട് വരെ പണിയെടുത്ത് വന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് ഒരു പെഗ്ഗും കൂടി കഴിച്ച് ഭക്ഷണം കഴിച്ച് സുഖമായി കിടന്നുറങ്ങുമ്പോൾ ആർക്കും ഒരു വിഷയം ഉണ്ടാവില്ല. അതൊരു ആൽക്കഹോളിസം അല്ല, അതിന് ട്രീറ്റ്മെന്റ് അല്ല ആവശ്യം. ഈ ആൽക്കഹോളിസം എന്ന് പറയുന്നത് അത് കഴിച്ചു കഴിഞ്ഞത് സമൂഹത്തിനും കുടുംബത്തിലും അസ്ഥിരതത്വം ഉണ്ടാക്കുന്നുവെങ്കിൽ അതിന് പ്രതിവിധി കണ്ടേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഡ്രഗ്സ് അടിക്കുന്നതൊക്കെ ഇതൊക്കെ ആരോഗ്യത്തിന് ബാധിക്കുന്ന വിഷയമാണ്. അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. പക്ഷെ മറ്റേ രീതിയിൽ അത് നമ്മുടെ കുടുംബത്തിലെ ബന്ധങ്ങൾക്ക്, ഭാര്യയെ തല്ലുക, അല്ലെങ്കിൽ പൈസ ചെലവഴിച്ച് വെക്കുക, മക്കളെ വഴക്ക് പറയുക, അങ്ങനെ നൂറുകണക്കിന് വിഷയങ്ങൾ, ഇതൊക്കെ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി ചെയ്യണം. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് റിലേഷൻഷിപ്പ് മാസ്റ്ററിയിലൂടെ നമുക്ക് വളരെ കൃത്യമായി 6 മാസം നീണ്ടു നിൽക്കുന്ന കോഴ്സാണത്. ഫാമിലി ആയിട്ട് തന്നെ വരേണ്ട കോഴ്സാണ്, ഫാമിലി ആയിട്ട് പങ്കെടുക്കേണ്ട കോഴ്സാണ് റിലേഷൻഷിപ്പ് മാസ്റ്ററി. എങ്ങനെ നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കാം, അതിലെങ്ങനെ നമ്മൾ മാസ്റ്ററിങ് ആവാൻ പറ്റും. റിലേഷൻഷിപ്പ് നന്നായി പോകുന്നവരും ഉണ്ടാവും, പക്ഷെ റിലേഷൻഷിപ്പിൽ മാസ്റ്ററിങ് എങ്ങനെ സാധ്യമാകും? എന്താണ് കുടുംബ ബന്ധം എന്ന് പറയുന്നത്? കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതാണ് കുടുംബമെങ്കിൽ കൂടുമ്പോൾ മാത്രമാണ് ഇമ്പം ഉണ്ടാകുന്നതിൽ അർത്ഥമില്ല. എന്നും ഇമ്പമായിരിക്കണം കുടുംബം. അതെ, കുടുംബം എന്ന് പറയുന്നത് വളരെ കൃത്യമായി പറഞ്ഞാൽ പരസ്പര ധാരണയോടുകൂടി, പരസ്പര വിട്ടുവീഴ്ചകളോടുകൂടി, പരസ്പര അണ്ടർസ്റ്റാൻഡിങ്ങുകളോടുകൂടി, പരസ്പര കൊടുക്കൽ വാങ്ങലോടുകൂടി ഏതൊക്കെ ആൾക്കാരാണോ കൃത്യമായി മുന്നോട്ട് പോകുന്നത് അവരാണ് ഒരു കുടുംബക്കാർ. നമ്മളെ സംഭവിക്കുന്ന കുടുംബക്കാർ എന്താണ്? പരസ്പരം യാതൊരു ഐക്യവുമില്ല, പക്ഷെ ഒരു നൂലിൽ കെട്ടു, ഒരു അച്ഛനമ്മയും മക്കളായ, അല്ലെങ്കിൽ ഒരു താവഴിയിൽ പെട്ടുപോയി ഒരു കുടുംബത്തിൽ എന്താ പറയുക, ഒരു സർനെയിമിൽ പെട്ടുപോയത് കൊണ്ട് കുടുംബക്കാരായതുകൊണ്ട് അർത്ഥമില്ല. സമാന മനസ്കരുത് അതിനനുസരിച്ച് നിൽക്കുന്നവരാണ് കുടുംബസ്ഥർ എന്ന് പറയുന്നത്. അപ്പോൾ അത് സാധ്യമാവണമെങ്കിൽ നമ്മൾ കുടുംബത്തിൽ നിന്ന് തുടങ്ങണം. ഭർത്താവും ഭാര്യയും തമ്മിൽ ഇരുന്ന് സംസാരിക്കണം. ആദ്യം നമ്മുടെ കുടുംബം എങ്ങനെ വേണം, എന്താണ് നമ്മുടെ കുടുംബത്തിന് ആവശ്യം, നമ്മുടെ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകണം, എന്താണ് നമുക്ക്, ഇതിനൊക്കെ സമയം കണ്ടെത്തി ചർച്ച ചെയ്ത് തീരുമാനിക്കണം. അല്ലെങ്കിൽ ഭർത്താവ് പറയുന്നത് മൊത്തം കേൾക്കുന്ന ഭാര്യയും ഭാര്യ പറഞ്ഞ് ഒന്നും കേൾക്കാതിരിക്കുന്ന ഭർത്താവും ഉണ്ടെങ്കിൽ ആ കുടുംബം ഒരിക്കലും സംതൃപ്ത കുടുംബമല്ല. അവിടെ ജസ്റ്റ് ഒരു ഫ്ലോ മാത്രമേ ഉള്ളൂ. ഭാര്യയ്ക്ക് ഭാര്യയുടെ സ്പേസും ഭർത്താവിന്റെ സ്പേസും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ലെഫ്റ്റും റൈറ്റും രണ്ട് കൈ എന്തിനാണ് ദൈവം നമുക്ക് തന്നത്? ഒരു കൈ കൊണ്ട് ചെയ്യാവുന്നില്ല, അധിക പണി നമ്മൾ റൈറ്റ് ഹാൻഡ് കൊണ്ട് ചെയ്യും. പിന്നെ എന്തിനാണ് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ആവശ്യം? വളരെ കുറവാണ് അല്ലേ? പക്ഷെ കുടുംബ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ലെഫ്റ്റും റൈറ്റും ഒരുപോലെ ഈക്വലാണ്. ഭാര്യയും ഭർത്താവും ഒരുപോലെയൊക്കെ രണ്ടുപേരും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വ്യത്യാസം ഉണ്ടാകും. എങ്കിൽ ഇത് രണ്ടും കൂടി ചേർന്ന് ഇങ്ങനെ അടിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് നമ്മൾ കൃത്യമായി മാറുക. അപ്പോൾ ഇത് രണ്ടുപേരും മനസ്സിലാക്കിക്കൊണ്ട് പോകാൻ പറ്റണം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ എന്താണ് സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്തെടുക്കാം എന്ന രീതിയിൽ ചില റിസർച്ചുകൾ നടത്തുകയും അതിനനുസരിച്ച് ഒരുപാട് വായനകൾ നടത്തുകയും അതിനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ ചിലപ്പോൾ പ്രാവർത്തികമാക്കുകയും ചെയ്തതിലൂടെ സന്തോഷകരമായ ഒരു കുടുംബജീവിതം എന്ന് വെച്ചാൽ എല്ലാം പെർഫെക്റ്റ് നല്ല കേട്ടോ. അതിൻ്റെ അർത്ഥം എല്ലാം പെർഫെക്റ്റ് ആയിട്ടൊരു ജീവിതമൊന്നും ഉണ്ടാവില്ല. അതിലൂടെ അഡ്ജസ്റ്റ്മെന്റിലൂടെ നമ്മൾ മുന്നോട്ട് പോയതൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ ഞാനൊരു കോഴ്സായിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നതന്നെയാണ് റിലേഷൻഷിപ്പ് മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സ്. അത് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതിന് ആവശ്യമുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ഇതിൻ്റെ ഇതേ ക്ലാസ്സുകൾ തന്നെ മറ്റു രൂപത്തിൽ അടുത്ത ഒരാഴ്ച തന്നെ ഇവിടെ നടക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതിനകത്ത് ഡൗട്ട് ഉണ്ടോ ചോദിക്കാം, എന്നെ കൊണ്ട് അറിയാവുന്ന ചോദിക്കാം. കാരണം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാന മേഖല സൈക്കോളജിയാണ്. എൻ്റെ പ്രധാന വിഷയം സൈക്കോളജിയിൽ ഞാൻ ഓരോ കാര്യം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ എപ്പോഴും 5 മേഖലകളെ പിടിച്ചിട്ടാണ് ഞാൻ എൻ്റെ എല്ലാ കോഴ്സുകളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒന്ന് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ
വെൽത്ത് എന്ന് പറയുന്ന സാധനം, രണ്ടാമത് റിലേഷൻഷിപ്പിൽ എന്ന് പറയുന്ന സാധനം. ഇപ്പോൾ ഞാൻ റിലേഷൻഷിപ്പിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫാമിലിയുമായി ബന്ധപ്പെട്ടാണ്. ഇനി അടുത്ത് പറയാൻ പോകുന്ന ഫാമിലി എങ്ങനെയാണ് നല്ല ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കുക, എങ്ങനെയാണ് സമൂഹത്തിൽ നല്ല മനുഷ്യനായി മാറുക, എങ്ങനെയാണ് കുട്ടികളിൽ നല്ലൊരു അച്ഛനമ്മയായി മാറുക, നല്ല പാരന്റ്, ഹൗ ടു ബിക്കം എ ഗുഡ് പാരന്റ്സ് എന്ന വാക്ക് ശരിയാണോ? ഹൗ ടു ബിക്കം എ പാരന്റ്സ് അല്ലേ? ബെറ്റർ പാരന്റ്സ്, ഗുഡ് പാരന്റ്സ് എന്നൊക്കെ പറയുന്നത് ഒന്നുമല്ല. പാരന്റ്സ് ആയാൽ മതി നമ്മൾ. ബെറ്റർ ഗുഡ് എന്നൊക്കെ വാക്കുകളൊന്നും സാങ്കല്പികം മാത്രമാണ്. കൃത്യമായി നമ്മൾ പാരന്റ്സ് ആയാൽ മതി. അപ്പൊ ഹൗ ടു ബിക്കം എ പാരന്റ്, ആ പാരന്റ്സിന് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് ആ രീതിയിൽ എങ്ങനെയാണ് പോകുന്നത്, ഇതൊക്കെയാണ്. പിന്നെ നമുക്ക് എന്റർടൈൻമെന്റ് മേഖല എങ്ങനെയാണ് നമ്മൾ കൃത്യമായി നമുക്ക് ആവശ്യമായ വിനോദങ്ങൾ. എന്റർടൈൻമെന്റിനെ പറ്റി ഞാൻ എപ്പോഴും 5 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്: വെൽത്ത്, ഹെൽത്ത്, റിലേഷൻഷിപ്പ്, എന്റർടൈൻമെന്റ്, സ്പിരിച്വാലിറ്റി. സ്പിരിച്വാലിറ്റിയിൽ എങ്ങനെയാണ് നമ്മൾ നമ്മളെ തന്നെ പാകപ്പെടുത്തിയെടുക്കുന്നത്. ഇതെല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ മേഖല അതിനനുസരിച്ച് ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സുകളായിക്കോട്ടെ, ഗോൾ സെറ്റിംഗ് ക്ലാസ്സുകളായിക്കോട്ടെ, വിഷൻ ബോർഡ് ക്ലാസ്സുകളായിക്കോട്ടെ, സീക്രട്ട് ഓഫ് ലൈഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മില്ലിയനിയർ മൈൻഡ് സെറ്റ് ആയിക്കോട്ടെ, അതുപോലെ അത് നമ്മുടെ മണി മാനിഫെസ്റ്റേഷൻ ആയിക്കോട്ടെ, ഇതൊക്കെ മണിയുമായി ബന്ധപ്പെട്ടും, അതുപോലെ തന്നെ ഹെൽത്ത് മാസ്റ്ററി ആയിക്കോട്ടെ, വെൽത്ത് മാസ്റ്ററി ആയിക്കോട്ടെ, ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പിന്നെ എന്റർടൈൻമെന്റ് പ്രത്യേകിച്ച് നമ്മൾ കോഴ്സുകളൊന്നും ചെയ്യുന്നില്ല, കാരണം അതിൻ്റെ ഒരു ആവശ്യകതയില്ല. എന്റർടൈൻമെന്റ് എല്ലാവർക്കും ചെയ്യാൻ തയ്യാറാണ് എല്ലാവരും, അല്ലേ? എല്ലാവർക്കും. പക്ഷെ മെഡിറ്റേഷൻ, അല്ലെങ്കിൽ അവനവനെ അറിയുക, സ്പിരിച്വാലിറ്റി ശരിക്കും നന്നായിട്ട് പഠിക്കേണ്ടതാണ്, അറിയേണ്ടതാണ്. തെറ്റ് വരാതെ സൂക്ഷിക്കേണ്ട കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് 5 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത്. ഈ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി മുന്നോട്ട് അതിന് മാറ്റാനുള്ള പ്രക്രിയ നമുക്ക് പറയാം. കാരണം ഒരു സുപ്രഭാതത്തിൽ മാറ്റാൻ പറ്റുന്ന ഒരു കാര്യങ്ങളല്ല ഈ 5 പറഞ്ഞ്. പക്ഷെ ഇത് മനസ്സിലാക്കിയെടുക്കുക എന്ന് പറയുന്നത് പ്രധാനമാണ്. ഇത് മനസ്സിലാക്കലാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രധാനമായ കാര്യം എന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ച് അതിന് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ മാത്രമേ നമുക്ക് ഇതിനകത്ത് പുറത്ത് കടക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ ഇതേ ഇന്റർ ജനറേഷൻ ഗ്യാപ്പ്, കോൺഫ്ലിക്റ്റ് ഫില്ല് ചെയ്യാൻ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇതിന് നമ്മൾ ആ ടൈമിന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ക്ലാസ്സിൽ വിശദമായി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ പഠിപ്പിച്ചതിന് പ്രാക്ടീസ് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റും. ഫൈനാൻഷ്യൽ സ്ട്രെസ്സിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാം, ഫൈനാൻഷ്യൽ പ്രോബ്ലത്തിൽ നിന്ന് പുറത്തെടുക്കാൻ എങ്ങനെ പറ്റും, കൃത്യമായി ഫൈനാൻസ് പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ വെൽത്ത് മാസ്റ്ററിയുടെ കാര്യമാണ്. വെൽത്ത് മാസ്റ്ററി വളരെ കൃത്യമായി അത് പഠിപ്പിക്കുന്ന കാര്യമാണ്. വർക്ക് ലൈഫ് ബാലൻസ് നമുക്ക് ജേർണി ടു ഹാപ്പിനെസ് ഒറ്റ കോഴ്സ് മതി. അതിൽ വർക്ക് ലൈഫ് ബാലൻസ് നമുക്ക് സുഖമായി കൊണ്ടുപോകാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് 5 പോയിന്റ് പറഞ്ഞത്. എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിൽ കൂടുതൽ എന്തെങ്കിലും ആൾക്കാർ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാവുന്നതാണ്, സംസാരിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു ആൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പറഞ്ഞതിനകത്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കണേ. സാറ് നാസർ സാർ വെൽക്കം. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്സ്. സാറ് വന്നോ? പറയൂ സാർ. അൺമ്യൂട്ട് ചെയ്യൂ സാറേ. മ്യൂട്ടാണ്. ഇന്ന് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നു സാറിന്റെ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഫ്രീ ആയിരുന്നു, ഫുൾ ഫ്രീ ആയിരുന്നു. നല്ല ഒരു സെഷൻ ആയിരുന്നു കേട്ടോ. ഇന്ന് നമ്മുടെ ഫാമിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് 5 കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. വളരെ വിലപ്പെട്ട 5 കാര്യങ്ങൾ. 5ഉം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. എനിക്കതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ 4ാമത് പറഞ്ഞ വിഷയമാണ്, അതായത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. ഒരു കുടുംബത്തില് ഞാൻ പറയാമല്ലോ അല്ലേ, സമയമുണ്ടല്ലോ? നമ്മുടെ കുടുംബത്തില് ഭാര്യയും ഭർത്താവും തമ്മിൽ, അല്ലെങ്കിൽ മക്കളും അച്ഛനും തമ്മിൽ, അല്ലെങ്കിൽ മക്കളും അമ്മയും തമ്മിൽ ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് എല്ലാത്തിനും പ്രശ്നകാരിയായിട്ട് മാറുന്നത്. പരസ്പരം സംസാരിച്ചാൽ തീരാവുന്ന വിഷയങ്ങളേ ഉള്ളൂ ഓരോ വീട്ടിലും. പക്ഷെ എന്താ വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മളിപ്പോ ഒരു പൊതു രംഗത്ത് നമ്മളിപ്പോ 2 പേരുടെ സംസാരം നടക്കുമ്പോൾ അവിടെ ഒരു മീഡിയേറ്റർ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു മോഡറേറ്റർ ഉണ്ടാകാം. പക്ഷെ നമ്മുടെ വീട്ടില് ഈ മോഡറേറ്ററും ഉണ്ടാവില്ല, മീഡിയേറ്ററും ഉണ്ടാവില്ല. അപ്പൊ അവിടെ സംസാരം എന്ന് പറയുന്നത് എനിക്ക് എന്റെ വാക്കുകൾ എനിക്ക് സ്ഥാപിച്ചെടുക്കണം, എനിക്ക് ജയിച്ചു കയറണം. ഈ ചിന്തയാണ് ഓരോരുത്തരുടെയും മനസ്സിലുള്ളത്. സ്വാഭാവികമായിട്ടും അവിടെ ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ആകാൻ സാധ്യത വളരെ കുറവാണ്. അപ്പൊ അവിടെ എന്താ വേണ്ടത്? പരസ്പരം ക്ഷമിക്കുവാനുള്ള കഴിവ് വേണം, പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുവാനുള്ള കഴിവ് വേണം, വിട്ടുകൊടുക്കുക. നമുക്ക് കേൾക്കാമല്ലോ അല്ലേ?
കേൾക്കാൻ ക്ലിയർ ആണ് സർ, കണ്ടിന്യൂ. പരസ്പരം വിട്ടുകൊടുക്കുക, പരസ്പരം ബഹുമാനത്തോടു കൂടി സംസാരിക്കുക. നമ്മളവിടെ ജയിക്കാൻ വേണ്ടി സംസാരിക്കാതിരിക്കുക. നമ്മൾ തോൽക്കുവാൻ വേണ്ടി നിന്നു കൊടുത്താലും തിരക്കേടില്ല. പരസ്പരം ആ ഒരു വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി, പരസ്പരം ബഹുമാനത്തോടു കൂടി ആ ഒരു വിഷയത്തെ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിഞ്ഞാൽ, നേരത്തെ സാർ പറഞ്ഞ 5 വിഷയത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാമതായിട്ട് എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് പലപ്പോഴും നമുക്ക് വീടുകളിൽ സംസാരിക്കാൻ സമയം ആരും മെനക്കെടുത്താറില്ലെന്നുള്ളതാണ്. പണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ആണെങ്കിലും പണ്ടത്തെ കൂട്ടുകുടുംബ വ്യവസ്ഥയിലൊക്കെ ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്നത്. ഇപ്പൊ അങ്ങനല്ല. ഭർത്താവിന് വേണ്ടപ്പം, ഭാര്യയ്ക്ക് വേണ്ടപ്പം, കുഞ്ഞുങ്ങൾ അവരവരുടെ സമയത്ത് വന്ന് കഴിക്കും. ഒരുമിച്ച് കഴിക്കുമ്പോഴെങ്കിലും നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ നമുക്ക് നടത്താൻ കഴിയുന്നില്ലെന്നുള്ളതാണ്. പിന്നെ എല്ലാവരും നേരത്തെ സാറ് പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ, ടിവിയുടെ മുന്നിൽ. അപ്പൊ ജീവിതം ശരിക്കും പറഞ്ഞ ഒരു കുത്തഴിഞ്ഞ പുസ്തകം പോലെ മുന്നോട്ട് പോകുന്നൊരവസ്ഥ. അപ്പൊ അതിൽ നിന്നൊക്കെ മാറി നമ്മൾ സ്വയം, എല്ലാവർക്കും അറിവുണ്ട്, അറിവ് ആർക്കും ഇല്ലായ്മയൊന്നുമില്ല, അറിവുണ്ട്. പക്ഷെ ഇല്ലാതെ പോകുന്നത് എന്താന്ന് ചോദിച്ചാൽ തിരിച്ചറിവ് ഉണ്ടാകുന്നില്ല എന്നതാണ്. അപ്പൊ നമുക്ക് വേണ്ടത് അറിവല്ല, അറിവ് തിരിച്ചറിവാക്കി മാറ്റുക എന്നുള്ള ഒരു വലിയൊരു പ്രോസസ്സിംഗ് ആണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. എന്തായാലും വളരെ നല്ല ഒരു സെഷൻ, അരമണിക്കൂർ ഇതിന്റെ കൂടെ ഇരിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. നന്നായിട്ട് സാർ ആ ക്ലാസ്, അത് നല്ല സ്പീച്ചായിരുന്നു, നല്ല രീതിയിൽ അത് എടുത്തു. ഏതായാലും എല്ലാവർക്കും ഗുണകരമായിട്ട് മാറട്ടെ. ഇപ്പോഴും സാറിന്റെ സമയം, വിലയേറിയ സമയം ഇതിനൊക്കെ വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നു എന്ന് കാണുന്നതിൽ വലിയ സന്തോഷം. ഒരുപാട് അഭിവൃദ്ധിയും പുരോഗതിയൊക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ആ കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ സാർ ഒന്നും കൂടി മനസ്സിലാക്കി പറഞ്ഞത്. കാരണം വെച്ചാൽ നമുക്ക് ഈ കാര്യം, ഞാൻ എന്തുകൊണ്ട് കമ്മ്യൂണിക്കേഷനെ 4ാമത്തേക്ക് കൊണ്ടുപോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്മ്യൂണിക്കേഷനാണ് എപ്പോഴും പറയാറുള്ളത്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഇന്ന് 2 ദിവസങ്ങളായി ഞാൻ വളരെയധികം, എന്നോട് ആൾക്കാർ വളരെയധികം സ്ട്രെസ്സായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ കുട്ടികളുടെ ഡിഫറൻസ്, ഏജ് ഡിഫറൻസ് ഓഫ് ജനറേഷൻ. അത് വല്ലാണ്ട്, അത് സാറിന് ഇപ്പോൾ എന്തുകൊണ്ട് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ സാറിൻ്റെ കുട്ടികൾ ഓൾറെഡി മെച്ചുവേർഡായി അവർ ലൈഫിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സാറിന് ഇപ്പോൾ അത് ഫീൽ ചെയ്യേണ്ട ആവശ്യം വരില്ല. പക്ഷേ നമ്മുടെ ഇപ്പം എൻ്റെയൊക്കെ പ്രായം അതാണ്, എൻ്റെ കുട്ടികൾക്കൊക്കെ 20 വയസ്സിന് താഴെയാണ്. അപ്പം ഞാൻ അനുഭവിക്കുന്നത് മാത്രമല്ല, ഇന്നിപ്പോൾ എന്നോട് രാവിലെ 2 പേര് കുട്ടിയെ കൂട്ടി എൻ്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു, ദയവ് ചെയ്ത് എനിക്കത് സോൾവ് ചെയ്യാൻ പറ്റുന്നൊരു വിഷയമേ അല്ല. കാരണം അച്ഛനമ്മയും പറഞ്ഞ കുട്ടികൾ കേൾക്കില്ല. അത് വലിയൊരു അന്തരമുള്ള അവസ്ഥ. ഇപ്പം നമ്മൾക്ക് അതിൻ്റെ ഡെപ്ത് മനസ്സിലാവണമെങ്കിൽ ഇങ്ങനെ എടുത്താൽ മതി. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാനഡയിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലും മൈഗ്രേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നതെന്ന് ആലോചിച്ച് നോക്കാം. ആക്ച്വലി അതിൻ്റെ ഡെപ്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് അവരെല്ലാം എസ്കേപ്പിസമാണ് ചെയ്യുന്നത്. അവരെല്ലാം ബെറ്റർ ലൈഫിന് വേണ്ടി അല്ല പോകുന്നത്. ലൈഫ് ഒരിക്കലും എല്ലാവരും, ഞാൻ ഇന്നലെ ഒരു കുട്ടി എന്നോട് പറഞ്ഞു, സാർ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് കാനഡയിൽ കയറി പോകാനുള്ള പരിപാടിയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തിനാണ് ഈ കാനഡയിൽ പോകുന്നതെന്ന് വെച്ചു. പുള്ളി നല്ല ക്വാളിഫൈഡ് ആയിട്ട് പഠിച്ച് നല്ല ബെസ്റ്റായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായ ഒരു നല്ലൊരു ഗവൺമെൻറ് ജോലി കിട്ടുമെന്ന് ഉറപ്പാണ്. അത്രയും പഠിക്കുന്നത്. ആ കുട്ടിയോട് ചോദിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു എത്രയാണ് സാറേ, ഇവിടുത്തെ പല കാര്യങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാം, ഒരു മൈൻഡ് ഫ്രീ ആവും നമ്മളത്. അപ്പം ഞാൻ കാനഡയിൽ മൈൻഡ് ഫ്രീ ആവുന്ന എങ്ങനെയാണ്? അവിടെ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി, മറ്റുള്ളവരെ പറ്റി നോക്കണ്ട, ശ്രദ്ധിക്കണ്ട. ഇത് എങ്ങോട്ടുള്ള എസ്കേപ്പിസം എന്ന് ആലോചിച്ച് നോക്കുക. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ, ഞാൻ എന്നും പറയുന്ന കാര്യം, മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണ്. സമൂഹമില്ലെങ്കിൽ അവൻ ജീവിക്കാൻ സാധിക്കില്ല. നമുക്ക് തെറ്റായി തോന്നാം, ഇപ്പോഴൊക്കെ അങ്ങനെ തോന്നാം. ഇപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്നവന്റെ വേദനയുണ്ടല്ലോ, ലോകത്തിലെ ഏറ്റവും വലിയ മാരകമായ വേദനയാണത്. ഫാമിലി ഒന്നുമില്ലാതെ, ആരുമായിട്ട് ബന്ധമില്ലാതെ നമ്മൾ ഒരു സ്ഥലത്ത് പോയി ജോലി എത്ര കോടികൾ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം ഉണ്ടാവും? ഇത് പുതിയ കുട്ടികൾക്ക് അറിയുന്നില്ല. അതാണ് ഈ Z ജനറേഷൻ ഏറ്റവും പ്രശ്നം. കാരണം അവർ ഈ സാധനത്തെ ഡിപ്പെൻഡ് ചെയ്ത് ഇതാണ് ലോകം എന്ന് വിശ്വസിക്കുന്നു. അതല്ല ലോകം, അത് വെർച്വൽ ലൈഫ് മാത്രമാണ്, അത് യാഥാർത്ഥ്യ ലോകമല്ല. ആ കുട്ടികളെയാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. അതിനാണ് നമ്മൾ ശ്രദ്ധിക്കുക. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ വർഷം ഞാൻ ഇവിടെ ഗൾഫിലായതുകൊണ്ട് ഇത്രയും നമ്മൾ അനുഭവിച്ചിട്ടില്ല. ഈ നാട്ടിലെ കാര്യങ്ങൾ അനുഭവിക്കുന്നത് കുറവാണ്. എൻ്റെ മക്കളിൽ അത് ഞാൻ അറിഞ്ഞു. കാരണം വെച്ചാൽ എൻ്റെ മോനൊക്കെ പൊതുവെ പബ്ലിക്കിൽ ഇറങ്ങാൻ ഭയങ്കര മടിയാണ്. ഞാൻ സ്ഥിരം പബ്ലിക്കിൽ നിൽക്കുന്ന ഒരാളാണ്. ഇപ്പോൾ 24 മണിക്കൂർ വേണമെങ്കിൽ പബ്ലിക്കിൽ നിൽക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ മകന് ഒരിക്കലും പറ്റാതെ ഞാനതിന് വേണ്ടി നാട്ടിലേക്ക് കൊണ്ടുപോകും. പക്ഷെ അവിടെയും അഡ്ജസ്റ്റ് ആവുന്നില്ല. ഞാൻ നാട്ടിൽ പോയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോയപ്പോൾ കുട്ടികൾ ഭയങ്കര ചിരിച്ചും കളിച്ചും ഇങ്ങനെ ക്ലാസ് കേൾക്കുക. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? സാറ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതൊക്കെ നമുക്ക് സാറ് പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു നിമിഷം ഈ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ കിട്ടും. ഇതിനേക്കാളും ആൾക്കാർ പറയുന്നു. ഞാൻ പറഞ്ഞു, അത് ശരിയാണ്. പക്ഷേ നിങ്ങൾക്ക് എന്നിട്ട് അത് പറഞ്ഞു തുടങ്ങിയ കുട്ടികൾ ഞാൻ ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് എന്താണെന്നറിയോ? ഒറ്റ വാക്ക് പറഞ്ഞു,
സാറേ ഇതിനൊക്കെ ഇങ്ങനെ ഒരു മീനിങ് ഉണ്ടെന്ന് ഞങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ഈ കാര്യങ്ങൾക്ക് ഇങ്ങനെ ഒരു മീനിങ് ആണുള്ളത്. സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നത് പെരിഫറൽ മാത്രമാണ്, പുറത്ത് മാത്രമാണ്, അകത്ത് കിട്ടുന്നില്ല. അകത്തോട്ട് പോകുമ്പോഴാണ് ഇവർക്ക് മാറ്റം വരുന്നത്. അങ്ങനെ മാറ്റപ്പെടുത്താൻ ആരെങ്കിലും തയ്യാറാവണം കുട്ടികൾ, എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു സമൂഹം കിട്ടുള്ളൂ. നമ്മുടെ സമൂഹം ഇല്ലാതായി പോകും. ഇത് വലിയൊരു ഡിഫറൻസ് ആണ്. നമ്മുടെ സമൂഹം ഇല്ലാതെ മറ്റൊരു കൾച്ചറായി മാറിക്കഴിയും നമ്മൾ, നിലവിലുള്ള കൾച്ചർ. അപ്പം അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചത്. ഏതായാലും സാറ് കയറി വന്നാൽ വളരെ സന്തോഷം. ഞാൻ എല്ലാ ദിവസവും ഈ ക്ലാസ് ഇവിടെ ഉണ്ട്. ഞാൻ എല്ലാ ദിവസവും ഈ സെഷൻ വൈകിട്ട് ഫ്രീ ആയിട്ട് എല്ലാവർക്കും പബ്ലിക്കിൽ കൊടുക്കുന്ന ഒരു സെഷനാണ്. കാരണം അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, പബ്ലിക്കിനോട് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മിറ്റ്മെന്റ് ആണ്. അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. താങ്ക് യു. ഇനി ആരെങ്കിലും സംസാരിക്കാനുണ്ടോ? സർ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ശശികല പറയൂ. സർ, ഇപ്പോ മിക്കവാറും ഈ ടീനേജ് കുട്ടികളും പാരന്റും തമ്മിൽ നല്ല പ്രശ്നമാണ്. കുട്ടികൾ പറഞ്ഞ അനുസരിക്കില്ല, അല്ലെങ്കിൽ എന്താ പറയാ, റെസ്പെക്ട് കുറവാണ്. അപ്പൊ അത് എങ്ങനെ, സാറ് പറഞ്ഞത് ശരിയാണ്, XY എന്ന് ആ ഒരു എന്താ പറയാ കോർഡിനേഷൻ വെച്ച് പറഞ്ഞത് അത് ശരിയാണ്. അപ്പൊ അത് എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും? ഒരുപാട് പാരന്റിന്റെ പ്രോബ്ലമാണ്, ടീനേജ് കുട്ടികളായിട്ട് പാരന്റിന് അടുക്കാൻ പറ്റാതെ. അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇത് ഒരു സിംഗിൾ ഷോട്ടിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമേ അല്ല. ഒരു ടിപ്പോ 2 ടിപ്പോ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമേ അല്ല. കാരണം ഇത് സർക്കംസ്റ്റാൻസസ് ഇസ് ദ ഇൻഫ്ലുവൻസ് അത്. ഓരോ ആളുടെയും ജീവിതത്തെ സർക്കംസ്റ്റാൻസസും അതിനനുസരിച്ച് അവരവരെ മനസ്സിനെ പാകപ്പെടുത്തലിലൂടെ മാത്രമേ സാധ്യമാകൂ. കാരണം ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒരു പർട്ടിക്കുലർ കാര്യം വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ടാണ് അത്രയും ഡെപ്തായിട്ട് ഈ സാധനത്തിൽ പോകുന്നത്. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് അനലൈസ് ചെയ്യണം. അതിന് ആദ്യം നമുക്ക് വേണ്ടത് നമ്മൾ മാറുക എന്നുള്ളതാണ്. ഇത് ജനറേഷൻ ഗ്യാപ്പാണ്, ഇതിങ്ങനെയാണ് സംഭവിക്കുന്നത്, ഈ ജനറേഷൻ ഇങ്ങനെയാണ്, ഞങ്ങളുടെ ജനറേഷൻ ഇങ്ങനെയാണെന്ന് വ്യക്തമായ സൈക്കോളജിക്കൽ പഠനം അവർ നടത്തണം. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരോട് ഏത് രീതിയിലായിരിക്കണം നമ്മൾ ബിഹേവ് ചെയ്യേണ്ടതെന്ന്. ആ ബിഹേവിയറിലൂടെ മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. കാരണം നോക്കൂ, നമ്മൾ വ്യത്യാസം ഇങ്ങനെ പറയാം, നമ്മൾ രാത്രിയും പകലും ഒരേ കാര്യം ഒരുപോലെ, ഒരു കാര്യം ഇപ്പോൾ ഉദാഹരണം പറയാം, രാത്രി ഭക്ഷണം കഴിക്കുന്നു, പകല് ഭക്ഷണം കഴിക്കുന്നു, രണ്ടും കഴിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന അവസ്ഥ ഒന്നായിരിക്കുമോ? ഇല്ല, സ്വാഭാവികമായിട്ടും അല്ലല്ലോ. പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രക്രിയ എന്താണ്? ഭക്ഷണം കഴിക്കൽ മാത്രമാണ്, അല്ലേ? പക്ഷെ രണ്ടിനെയും 2 രീതിയിലാണ് നമ്മൾ കാണുന്നത്. അതെങ്ങനെ സംഭവിക്കുന്നു വെച്ചാൽ, ഇത് രാത്രിയിലെ ഭക്ഷണമാണെന്നുള്ള തിരിച്ചറിവും ഇത് പകൽ കഴിക്കുന്ന ഭക്ഷണമാണെന്ന തിരിച്ചറിവും നമ്മളിൽ ഉണ്ടായത് കൊണ്ടാണ്, അല്ലേ? അങ്ങനെ വരുമ്പോൾ ഈ കുട്ടികളെ ഇങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എൻ്റെ മൈൻഡ് സെറ്റ് വെച്ചുകൊണ്ടല്ല എന്നുള്ള ബോധം നമുക്കുണ്ടാകുമ്പോൾ ആ കുട്ടികളെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അവരുടെ മൈൻഡ് സെറ്റിലായിരിക്കും. അപ്പോൾ പ്രോബ്ലം ഇല്ലല്ലോ. നമ്മൾ അവരുടെ മൈൻഡ് സെറ്റിൽ പോയിട്ട്, ഇപ്പൊ നോക്കൂ, ഞാൻ പറയും, ഇപ്പോ കമ്പ്യൂട്ടർ വൈറസ് കയറി, നമ്മൾ ആന്റി വൈറസ് ഇൻസ്റ്റാൾ ചെയ്യുന്നു എന്ന് വെച്ചാൽ അടുത്തൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നു. അതെന്താണ് ചെയ്യുന്നത്? ആ ആന്റി വൈറസിനകത്തോട്ട് കയറി ചെന്നിട്ട് പ്രോഗ്രാമിനെ കൊളാപ്സ് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലാതെ അത് ഇല്ലാതെ ചെയ്യുകയല്ല ചെയ്യുന്നത്, അറിയാലോ. അതുപോലെ നമ്മൾ അവരിലോട്ട് കയറി ചെന്നിട്ട്, ഇത് ഞാൻ പറയുന്ന ഒരു മെത്തേഡാണ്, അവരിലോട്ട് കയറി ചെന്നിട്ട് അവരിൽ ഒരാളായി മാറിയിട്ട് അവരെ മാറ്റപ്പെടുത്തണം. ഇത് മാത്രമേ സാധ്യമാവൂ. അല്ലെങ്കിൽ ഒരു കുട്ടികളും കേൾക്കില്ല. ഒരു കുട്ടികളല്ല, ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ കേൾക്കുമോ? നിങ്ങളുടെ അപ്പൂപ്പൻ എന്നിട്ട് ഒരു കാര്യം പറഞ്ഞാൽ? ഇല്ല. എന്തുകൊണ്ടാ? കാരണം അപ്പൂപ്പൻ, നിങ്ങൾ ഒറ്റയടിക്ക് അപ്പൂപ്പനോട് പറയും നിങ്ങളുടെ അപ്പൂപ്പൻ നിങ്ങളുടെ കാലമല്ല, ഇപ്പൊ കാലം മാറി എന്ന് നമ്മൾ പറയില്ലേ? അതേപോലെ നമ്മുടെ കുട്ടികളും പറയില്ലേ നമ്മളോട്? ഇവിടെ അടിസ്ഥാനപരമായിട്ട് വിഷയം അവർക്കല്ല, നമുക്കാണ്. നമുക്ക് അവരുടെ ചിന്താഗതി. ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം, എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട്. നമ്മളിപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഹാർഡ്ലി ഒരു 15 വർഷം 20 വർഷമായി ആയിട്ടുള്ളൂ.
നമുക്ക് എത്ര പേർക്ക് ഇപ്പൊ ഒരു മൊബൈൽ, ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു മൊബൈൽ കിട്ടി കഴിഞ്ഞാൽ അതിന്റെ എല്ലാ ഫങ്ഷനുകളും അറിയും. എത്ര സമയം എടുക്കും നമുക്കത് അറിയാനായിട്ട്? കുറവായി. എന്നാൽ 2 വയസ്സായ 3 വയസ്സായ ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു പുതിയൊരു മൊബൈൽ കൊടുത്തേ, അവനൊന്നും ഇതുവരെ കണ്ടിട്ടില്ല, മൊബൈൽ അറിഞ്ഞിട്ടില്ല. മണിക്കൂറുകൾ കൊണ്ട് അവൻ അതിനെ സെറ്റാക്കുകയും ചെയ്യും, അതിൽ ഗെയിംസ് കളി തുടങ്ങുകയും ചെയ്യും. എങ്ങനെ? അവന് സ്കൂളിൽ പോയി പഠിച്ചിട്ടാ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇത് പഠിപ്പിച്ചിട്ടാ? ഇത് ബിൽട്ടിനായിട്ട് വരുന്ന സംഭവമാണ്. ഇത് അവർ ജനിച്ചപ്പോഴേ അവർക്ക് കിട്ടുന്ന സംഭവമാണ്. ഇതാണ് ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറ്റുന്നത് അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിലൂടെ നിന്നുകൊണ്ട് ചെയ്യാനേ പറ്റുള്ളൂ. നമ്മൾ കാണുന്നത് അവർ നമ്മൾ തമ്മിൽ വ്യത്യാസം, നമ്മൾക്ക് വ്യത്യാസം ഇങ്ങനെയാണ് മനസ്സിലാക്കാം. നമ്മളൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് എല്ലാം കാണുന്നത് ചെറുതായിട്ടാണ്, എല്ലാം വിഷയങ്ങളാണ്. പക്ഷെ അവൻ താഴെ നിന്ന് മുകളിലോട്ട് നോക്കുമ്പോഴോ നേരെ തിരിച്ചാണ് കാഴ്ചപ്പാട്, അല്ലേ? രണ്ടുപേരും കാഴ്ചപ്പാട് Yes. 2 തരത്തിലല്ലേ? അതെ അതെ. പക്ഷെ നമ്മൾ താഴെ നിന്നിട്ട് മുകളിലോട്ട് നോക്കിയാലോ നമ്മൾ രണ്ടാളെ കാഴ്ചപ്പാട് ഒന്നല്ലേ? യെസ് യെസ്. ഇവിടെയാണ് മാറ്റം വരുത്തേണ്ടത്. ഇതാണ് പ്രോഗ്രാം ചെയ്യേണ്ട രീതി. ഓക്കെ, ഓക്കെ സർ, ഓക്കെ, താങ്ക് യു. ദിനേശ് സാർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. മാറേണ്ടത് നമ്മൾ തന്നെയാണ് മാറേണ്ടത്. തീർച്ചയായിട്ടും. അല്ലാതെ നമ്മൾ അവരെ മാറ്റുന്നതിന് മുമ്പ് നമ്മൾ മാറുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല ഒരു കാര്യം എന്ന് പറയുന്നത്. അതിലൂടെ പിന്നെ അതെ അതെ അതെ. പിന്നെ നമ്മൾ പലപ്പോഴും പേരൻസ് ഈ അധികാരം പ്രയോഗിക്കും. ഞാൻ നിന്റെ അച്ഛനാണ്, ഞാൻ പറഞ്ഞ നീ കേട്ടേ പറ്റൂ, ഞാൻ നിന്റെ അമ്മയാണ്, ഞാൻ പറഞ്ഞാലേ നീ കേൾക്കണം. ആ ഒരു പിടിവാശിയൊക്കെ നമ്മളും മാറ്റി വെക്കണം. നമ്മളാ മാറേണ്ടത് ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ ഈ കൊച്ചു കുട്ടികൾ, ഇപ്പൊ 5 വയസ്സുള്ള ഒരു കുട്ടിയെ നമ്മൾ അവനുമായിട്ട് നമ്മൾ കളിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അവന് ചിലപ്പം ഒരു 3 ഫീറ്റോ അല്ലെങ്കിൽ 4 ഫീറ്റോ ഹൈറ്റ് കാണത്തുള്ളൂ. നമുക്ക് ചിലപ്പം 5 or 6 അടി പൊക്കം കാണും. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ അവന്റെ പൊക്കത്തിലേക്ക് നമ്മൾ താന്നു കൊടുക്കണം. താന്നു കൊടുത്തിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു ആനയായിട്ട് അവന്റെ മുമ്പിൽ കിടന്നു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ താഴെ കിടക്കേണ്ടി വരും. അപ്പൊ 5 വയസ്സുകാരനോ അല്ലെങ്കിൽ 3 വയസ്സുകാരൻ നമ്മൾ മേത്ത് കയറി കിടന്നിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ആനയായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ മേളിൽ കയറി ഇരുന്നിരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും അവരുടെ നിലവാരത്തിലേക്ക് ഒന്ന് താന്നു കൊടുക്കുവാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് അവർ നമ്മളോടൊപ്പം ചേരുമെന്നുള്ളതാണ്. ആ 2 മൈൻഡ് സെറ്റ് ഒരു മൈൻഡ് സെറ്റ് ആയിട്ട് മാറും എന്നുള്ളതാണ്. മാറ്റിയെടുക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറ്റില്ല. അതെ അതെ, സാറ് പറഞ്ഞത് തന്നെയാണ് ഏറ്റവും വളരെ കറക്റ്റാണ് പറഞ്ഞത്. നമ്മൾ അവരിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള മാർഗം. തീർച്ചയായിട്ടും. താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ സംസാരിക്കാം, അല്ലെ? സമയം കൂടി നോക്കണം. 10 മണി ആയില്ലേ? 10 മണി നമ്മുടെ സമയമായി. 10 മണിക്ക് ഞാൻ എൻ്റെ ക്ലാസ്സിൽ എല്ലാവരും നിർബന്ധം ഉറങ്ങണം എന്ന് പറയുന്ന സമയമാണ്. 10 മണിക്കും 10:30 മണിക്കും ഇടയിൽ നിങ്ങൾ ഉറങ്ങിയിരിക്കണം എല്ലാവരും. ഇനി കുറെ പേര് മൊബൈലും കളിച്ച് നിൽക്കരുത്. നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞു. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവരും ഇന്നത്തെ ശുഭരാത്രി, ശുഭനിദ്ര. നാളെ കാണാം. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു.